ആദിനാരായണൻ, വിഷ്ണു വേണുഗോപാൽ. തന്നിൽ തന്നെ പാതിയായതിനെ തേടി അവർ ഒത്തുകൂടി. രക്തവും മജ്ജയും ഒന്നായി ചേർന്നവർ. ഇവർ കൂട്ടുകാരല്ല, നാട്ടുകാരല്ല, പരിചയമില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. പക്ഷെ ഒരു ചോരയാണ്. 7-ാം വയസ്സിലാണ് ആദിക്ക് രക്താർബുദം പിടിപെട്ടത്. മജ്ജ മാറ്റിവെക്കൽ മാത്രമായിരുന്നു പോംവഴി. അവിടെ നിന്നാണ് ഇവരുടെ ബന്ധം തുടങ്ങുന്നത്. എനിക്കറിയില്ലായിരുന്നു ഞാൻ ആർക്കാണ് ഡൊണേറ്റ് ചെയ്തതെന്ന്. എന്നെ ഇത് വിളിച്ച് ഇൻഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ആകെ എനിക്ക് അറിവുള്ളത് എന്താണ് രോഗമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞു കുട്ടിയാണെന്നും എനിക്കറിയായിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അങ്ങനെ റിക്കവറായി വന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് എനിക്കിങ്ങനെ സിബ്ലിങ്സ് ആരുമില്ല, ഇപ്പോൾ സ്വന്തമായിട്ട് ആരുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ചേട്ടനെ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2023 മജ്ജ മാറ്റിവെച്ചെങ്കിലും ദാതാവിനെ ഇവർക്ക് അറിയില്ലായിരുന്നു. തിരുവനന്തപുരം MG കോളേജിൽ വെച്ച് ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ എന്ന സംഘടന അതിനും അവസരമൊരുക്കി. 2015 അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി അന്ന് ചെയ്ത ഒരു ചെറിയ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമായിരുന്നു. പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതം എത്രത്തോളം മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഇവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും ഇന്ന് വരെ അവർ പരിചയമോ ബന്ധമോ അവർ കണ്ടിട്ടോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇന്ന് അവർ രണ്ടുപേരും ഒന്നിച്ച് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് കാണുന്നവർക്കും അവർക്കും എല്ലാം വലിയ ഒരു അനുഭവമായി മാറുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒപ്പം തന്നെ ഈ രക്തമൂലകോശം ദാനം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ പേർ സന്നദ്ധരായി ഇത്തരം ഉദാഹരണങ്ങളിലൂടെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.